നമസ്കാരം. ഇന്നത്തെ സിനിമയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സിനിമയിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച റിലീസിനെത്തിയ സ്വർണ്ണക്കടുവ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ ജോസ് തോമസ് സാറാണ്. ശ്രീ ജോസ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. നമസ്കാരം. സ്വർണ്ണക്കടുവ ബിജു മേനോൻ കേന്ദ്ര കഥാപാത്രമാക്കിയ ചിത്രം തിയേറ്ററിലുണ്ട്. ഒരു നായക സങ്കല്പത്തിനുപരി ഒരു വിപരീതമായ ഒരു വെർഷൻ കൊടുത്തുകൊണ്ടാണ് തന്നെ അഡ്വർടൈസ്മെൻറ്റിലൂടെ പടം ഇറങ്ങിയിരിക്കുന്നത്. എന്താ പറയുക, ചതിക്കപ്പെടുന്ന ഒരാൾ, ഒരു വ്യക്തി, ചതിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്താൻ എന്താണ് ആദ്യം അത് ചോദിക്കട്ടെ. എന്താണ് ഈ നായക സങ്കല്പം എന്നാണ് എനിക്കറിയാത്തത്. നായക സങ്കല്പം സകല ഗുണങ്ങളും തികഞ്ഞ ആളായിരിക്കണം, എല്ലാ പെണ്ണുങ്ങളും പ്രേമിക്കണം, അങ്ങനെയൊക്കെയാണ് നായക സങ്കല്പം. നമ്മൾ തിരഞ്ഞെടുത്ത കഥയിൽ പ്രധാന കഥാപാത്രമാകുന്ന ആൾ ഒരു വഞ്ചകനാണ്. ആരെയും വഞ്ചിച്ച് പണമുണ്ടാക്കണം, അതിനുള്ള ചില ന്യായീകരണങ്ങൾ നമ്മൾ കഥയിൽ അത് നമുക്ക് വേണ്ടിയുള്ള ന്യായീകരണമാണ്. ഇങ്ങനെ ഒരു ന്യായീകരണമില്ലാത്ത ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും ജീവിക്കുന്നു. അവർ ഒരു മനസാക്ഷ്യമില്ലാതെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുകയും വഞ്ചിക്കുകയും അവരുടെ ജീവസന്ധാരണത്തിനായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കൃത്രിമ മാർഗം സ്വീകരിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അത് പലർക്കും അടുത്തറിയാവുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു കഥാപാത്രത്തെ കൊണ്ടുവരുമ്പോൾ അത് പ്രേക്ഷകർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നത്. പക്ഷേ ആ കഥ കേട്ടിട്ട് ആ കഥാപാത്രം ചെയ്യാമെന്ന് ബിജു മേനോനെ പോലെ ഒരു നായകൻ സമ്മതിച്ചതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും പലരും സമ്മതിക്കാറില്ല, തൻ്റെ ഇമേജിന് കോട്ടം തട്ടുമോ എന്ന് വിചാരിക്കും. ബിജു മേനോൻ അങ്ങനെയുള്ള ഒരാളല്ല. അഭിനയിക്കാനുള്ള കഥാപാത്രമായിരിക്കണം, തൻ്റെ അഭിനയശേഷി വെളിപ്പെടുത്താൻ പറ്റുന്നൊരു കഥാപാത്രമായിരിക്കണമെന്ന് മാത്രമാണ് ബിജു മേനോൻ്റെ താല്പര്യം. അത് നെഗറ്റീവ് ഷെയ്ഡാണോ എന്നൊന്നും നോക്കാറില്ല. അതാണല്ലോ ഇപ്പോൾ സ്വർണ്ണക്കടുവ എന്ന പടം യാഥാർത്ഥ്യമാകാൻ കാരണം. പിന്നെ ബിജു മേനോൻ എന്ന നടൻ എത്ര മനോഹരമായി ഹ്യൂമർ ചെയ്യുന്നു. ഇപ്പം ദിലീപ് ചെയ്യുന്ന പോലെയല്ല, ഇത് ചില ഏരിയയിലൊക്കെ ഒരു ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയാവുന്ന തരത്തിലാണ്. സീനുകളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള സീനുകളിൽ തന്നെ ആ സീൻ ചിലപ്പോൾ അവസാനിക്കുന്ന ഒരു ഹ്യൂമറിലേക്ക് കയറിക്കൊണ്ടായിരിക്കും. സിനിമ കണ്ടാലേ അത് ബോധ്യപ്പെടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏത് കഥ പറയുമ്പോഴും നല്ല മെസ്സേജുള്ള കഥയായിരിക്കാം, പക്ഷേ ജനങ്ങൾക്ക് ചിരിക്കാനും എൻജോയ് ചെയ്യാനുള്ള അവസരം തിയേറ്ററിൽ 2.5 മണിക്കൂർ എടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ. വളരെ സീരിയസ് സിനിമ എടുത്ത് സിനിമാ രംഗത്തേക്ക് വന്ന ആളാണ് ഞാൻ. ഞാൻ 25 വർഷമായി സിനിമ ഇൻഡസ്ട്രി സ്വതന്ത്ര സംവിധാനം. എൻ്റെ ആദ്യകാല സിനിമകളൊക്കെ വളരെ സീരിയസ് സിനിമകൾ. രോഹിദാസ് സ്ക്രിപ്റ്റ് എഴുതിയ സാദരം, ടി റസാക്കിൻ്റെ ഇൻഡസ്ട്രി കുട്ടിക്ക് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നീട് മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ എൻ്റെ കരിയറിലൊരു ചേഞ്ച് ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സീരിയസ് സിനിമകൾ ജനം ശ്വാസമടക്കി പിടിച്ചിരുന്ന് തിയേറ്ററിൽ കാണുകയും പിന്നീട് നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം ജനങ്ങൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കോമഡി സിനിമ ചെയ്യാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടാകുന്നു, അതിലേക്ക് വരുന്നു. ആദ്യകാലത്ത് അതിലും ഞാൻ ഒരുപാട് പേരുദോഷം കേട്ടിട്ടുണ്ട്. സിനിമ ചെയ്യാൻ പോകുമ്പോൾ ഇയാൾക്ക് കോമഡി വരുമ്പോൾ ഇയാളുടെ രൂപത്തിൽ കോമഡി ഇല്ല, ഇയാളുടെ ശബ്ദത്തിൽ കോമഡി ഇല്ല, ഇയാളുടെ സ്വഭാവത്തിൽ കോമഡി ഇല്ല എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം തിരുത്തി എഴുതി ഇയാൾക്ക് കോമഡി വഴങ്ങും. കാരണം നന്നായി കോമഡി ആസ്വദിക്കാനും കോമഡി പറയാനും കഴിയുന്ന ഒരാൾക്ക് ഒരു കോമഡി സിനിമ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തൻ്റെ ഇതുപോലെയുള്ള ചിത്രങ്ങളിൽ, അതുപോലെ ശൃംഗാരവേലനാകട്ടെ, ഉദയപുരം സുൽത്താനാകട്ടെ, മായാമോഹിനി, ദിലീപ് എന്ന നടൻ്റെ ഒരു അഭിനയ പാഠവുമായിരുന്നു കണ്ടിരുന്നത്. അതിൽ നിന്നും ബിജു മേനോൻ നടനിലേക്ക് വരുമ്പോൾ ഒരു നടനത്തിൻ്റെ ഒരു മാറ്റം വരുമ്പോൾ, പ്രത്യേകിച്ച് ബിജു മേനോൻ എന്ന ക്യാരക്ടർ വെള്ളിമുങ്ങയിലൂടെയും അതിൽ ആരെങ്കിലുമൊക്കെ ഒരു അനുരാഗരിക്കുമ്പോൾ തന്നെ ഇത്തിരി ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രം ചെയ്ത് സാധാരണക്കാരൻ്റെ വേഷം ചെയ്ത നടനാണ്. അപ്പം ആ അത്തരത്തിലേക്കൊരു ചേഞ്ച് ഓവർ ഇതിലേക്ക് നടത്തിയപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ജനങ്ങൾ എത്ര രീതിയിൽ ബിജു മേനോൻ്റെ ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നൊരു. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ മായാമോഹിനി ശൃംഗാരവേലനം ചെയ്യുമ്പോൾ ദിലീപ് എന്ന നടന് ചെയ്യാൻ പറ്റുന്ന, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇളകിയാടുന്ന കഥാപാത്രം എന്നൊക്കെ പറയും, അങ്ങനെ ചെയ്യുന്ന ആളാണ് ദിലീപ്. ദിലീപിൻ്റെ ഹ്യൂമറും അത്തരത്തിലുള്ളതാണ്. സ്ലാസ്റ്റിക് കോമഡികളായിരിക്കും കൂടുതലും ചെയ്യുക. നേരെ തിരിച്ച് ബിജു മേനോൻ അങ്ങനെയല്ല. ബിജു മേനോൻ ചില ഡയലോഗ് കോമഡികളിലൂടെയാണ് ബിജു മേനോൻ ഇന്ന് തമാശ ചെയ്യുന്ന നടനായി അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഒരാശങ്കയില്ല. കാരണം ഇതിലെ റിനി ഈപ്പൻ മാട്ടുമ്മേൽ എന്ന് പറയുന്ന കഥാപാത്രം ബിജു മേനോനെ പോലെ ഒരു നടനെ ചെയ്യാൻ പറ്റും. ദിലീപിൻ്റെ സ്വഭാവത്തിനോ അഭിനയ രീതിക്കോ ചേരുന്ന ഒരു കഥാപാത്രമല്ല. അതുമാത്രമല്ല, ദിലീപ്
കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട നടനാണ്, എന്തിനേറെ കുട്ടികളുടെ പ്രിയപ്പെട്ട നടനാണ്. അപ്പോൾ ഒരിക്കലും ഒരു ചതിയൻ്റെ, ഒരു വഞ്ചകൻ്റെ കഥാപാത്രം ദിലീപ് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായി. ബിജുമേനൻ അങ്ങനെയല്ല. ബിജുമേനൻ കുടുംബങ്ങളുടെ നടനാണെങ്കിൽ തന്നെ ഈ സിനിമ പറയുന്ന ഒരു മെസ്സേജ്, ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തുക എന്ന് മാത്രമേ ആ നടൻ ഉദ്ദേശിച്ചുള്ളൂ. അതിൻ്റെ അവസാനം ഒരു ചോദ്യം എല്ലാ പ്രേക്ഷകരിലേക്കും ചോദിക്കുന്നുണ്ട്. പണം ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണോ അതോ ജീവിക്കാൻ വേണ്ടിയാണോ പണം ഉണ്ടാക്കേണ്ടത്? എന്ത് കൃത്രിമമാർഗത്തിലും പണം ഉണ്ടാക്കിയാൽ ജീവിതം ഉന്നതങ്ങളിൽ എത്തുമോ? ആ ചോദ്യം എല്ലാ പ്രേക്ഷകരോടും ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ഞാൻ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്. സ്വർണ്ണക്കടവിയുടെ മറ്റൊരു പ്രത്യേകത ഇന്നസെൻ്റ് എന്ന നടനാണ്. ഒരു ത്രൂ ഔട്ടുള്ള കഥാപാത്രം തന്നെ നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നസെൻ്റ് എന്ന നടനെ സംബന്ധിച്ച് നമ്മൾ 90കളിലും 2000-ലും കിട്ടിയ ക്യാരക്ടറിന് ശേഷം ഒരു ശക്തമായ ഒരു വേഷം തന്നെ ഇതിൽ നൽകിയിരിക്കുന്നു. സുധീർ കരമന, പിന്നെ 2 നായികമാർ പൂജിത, ഇനിയ. അവരിലേക്ക് കടന്നില്ലാണെങ്കിൽ ഇന്നസെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നസെൻറ്റും ഞാനുമായി വളരെയധികം ആത്മബന്ധമുണ്ട്, സിനിമാ ബന്ധമല്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും വിളിക്കുകയും മണിക്കൂറുകളും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞാൻ മലയാളത്തിൽ 3 സംവിധായകരെയാണ് നിരന്തരമായി വിളിക്കാറുള്ളത്. ഒന്ന് പ്രിയദർശൻ, ഒന്ന് സത്യനന്ദിക്കാട്, ഒന്ന് ജോസ് തോമസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന തമാശകൾ ഉൾക്കൊള്ളാനും അത് പെട്ടെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതൊരു വലിയ അംഗീകാരമല്ലേ. പിന്നെ കുടുംബപരമായൊരു ബന്ധമുണ്ട് ഞാനും ഇന്നസെൻ്റ് ചേട്ടനും. ഈ സിനിമയുടെ കഥ ആലോചിക്കുമ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ തന്നെ ആവണം ഈ വേഷം എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് 2ാമത് തവണ ക്യാൻസർ വന്നു എന്നറിയുന്ന ദിവസമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, അസുഖം മാറിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അദ്ദേഹം എന്നെ ആശങ്കയോടെ നോക്കി. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹം ആദ്യ തവണ ക്യാൻസറിനെ അതിജീവിച്ചു, 2ാമത്തെ തവണയും അദ്ദേഹം ചിരി എന്ന ഔഷധത്തിലൂടെ രോഗത്തെ നേരിടുന്നയാളാണ്. എല്ലാം തമാശയിലൂടെ. ഈ 2ാമത് ക്യാൻസർ വന്നപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ സുഹൃത്തിനെ ഞാൻ ഒഴിവാക്കാൻ നോക്കിയിട്ട് സുഹൃത്ത് ഒഴിവാകുന്നില്ല, പക്ഷേ അവൻ നല്ല സുഹൃത്തായിട്ട് മാറി നിൽക്കട്ടെ, എൻ്റെ കൂടെ എന്തിനാ കൂടണേ എന്ന് ചോദിക്കുന്ന, അങ്ങനെ തമാശ പറയുന്ന ആ മനുഷ്യനെ. അപ്പം നമ്മുടെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അദ്ദേഹം പറയും നമുക്ക് നോക്കാം. അദ്ദേഹം കീമോ ചെയ്യാൻ വേണ്ടി, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയി. കുടുംബസമേതം ഡൽഹിയിൽ താമസിക്കുന്നു. 6 കീമോ ഏകദേശം 6-7 മാസം എടുക്കുന്നു. ഇതിനിടയ്ക്ക് പലപ്പോഴും എന്നെ വിളിക്കും, മറ്റാരെങ്കിലും വെച്ച് ആലോചിച്ച് കൂടിയെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യുന്നില്ല. ഈ കഥയും ചെയ്യുകയാണെങ്കിൽ ബിജു മേനോനും ഇന്നസെൻ്റ് ചേട്ടനും വേണം. അങ്ങനെ കീമോ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം എനിക്കൊരു വാട്സപ്പിലൊരു ഫോട്ടോ അയച്ചു. ഈ രൂപത്തിലാണ് ഇപ്പോൾ ഞാൻ. നിനക്ക് നിൻ്റെ ലോനപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ രൂപം അനുയോജ്യമാണോ? ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി മുടി കുറഞ്ഞു എന്നല്ലാതെ രൂപത്തിൽ പഴയ ഇന്നസെൻ്റ് ചേട്ടനെ ഞാൻ കണ്ടു. ഇനി വേറെ രൂപം മാറി ഇന്നസെൻ്റ് ചേട്ടൻ ഇത്തിരി ക്ഷീണിച്ചിരുന്നാൽ പോലും ഞാൻ ആ കഥാപാത്രം ചെയ്യിക്കുമായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ പഴയ ഊർജ്ജസ്വലത എനിക്ക് ആ പടത്തിൽ കണ്ടപ്പോൾ തന്നെ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് ചേട്ടാ, ഞാൻ ഈ വേഷത്തിന് ലോനപ്പന് ഇന്നസെൻ്റ് ചേട്ടൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഇരിഞ്ഞാലക്കുടിയിൽ അഡ്വാൻസ് എത്തിക്കും, ഞാൻ ഈ പടം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ കഥ പറഞ്ഞ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം 1.5 വർഷത്തിന് ശേഷമാണ്. അത് ഇന്നസെൻ്റ് ചേട്ടന് വേണ്ടി മാത്രമല്ല, ബിജു മേനോൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നമുണ്ടായി. എന്നാൽ പോലും ഇന്നസെൻ്റ് ചേട്ടൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കണ്ട പ്രേക്ഷകരെ അല്ലെ കാണാൻ പോകുന്നവർ കാണണം, ഇന്നസെൻ്റ് ചേട്ടനല്ലാതെ മറ്റൊരാൾ ഈ കഥാപാത്രത്തിന് വേണ്ടി ചെയ്താൽ എത്രമാത്രം കുഴപ്പമുണ്ടാകുമായിരുന്നു. ഇത് സിനിമ നടക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലും പരിസര പ്രദേശങ്ങളുമായിട്ടാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. അപ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരനായ ഇന്നസെൻ്റ് ചേട്ടൻ, തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന ഇന്നസെൻ്റ് ചേട്ടൻ, ബിജു, അവർ തൃശ്ശൂർക്കാരാണ്. അപ്പോൾ അതൊക്കെ ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണകരമായിട്ടുണ്ട്. പിന്നെ സുധീർ കരമന, തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന സുധീർ കരമന അനായാസം തൃശ്ശൂർ ഭാഷ സംസാരിച്ച് ആ സ്ലാങ് ഉപയോഗിച്ചു. അത് ആ നടൻ്റെ വൈഭവം തന്നെയാണ്. കരമന ജനാർദ്ദനൻ നായരുടെ മകനാണല്ലോ. അപ്പം ആ ജീൻ ഉണ്ട്. അപ്പം ഏത് ഭാഷയും ഏത് വേഷവും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. 2 നായികമാരുദ്ദേശിക്കുന്നതിൽ പ്രധാന നായിക എന്ന് പറഞ്ഞാൽ ഇനിയാണ്. ഞാൻ ഇനിയെയും പൂജിതയും ഇതിൻ്റെ വേഷങ്ങളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമയെ ബന്ധപ്പെട്ടവർ തന്നെ എന്നോട് പറഞ്ഞു, ഒന്ന് മാറ്റി ആലോചിച്ചുകൂടെ, അവർക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക പ്രശസ്തിയില്ല, മാർക്കറ്റില്ല എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, മാർക്കറ്റല്ല ഞാൻ നോക്കിയത്, ആ കഥാപാത്രങ്ങൾ എത്ര തന്മയത്വമായിരിക്കണം എന്ന് വെച്ചാൽ ഒരാൾ ഒരു ചേരിയിൽ ഒരു ഗുണ്ടയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണ് ഇനി. മറ്റൊരു പെൺകുട്ടി ഒരു കർഷകൻ്റെ മകളാണ്, ദാരിദ്ര്യം കൊണ്ട് ജീവിക്കുന്ന ഒരു ഹോസ്പിറ്റൽ നഴ്സാണ്. ഇവരെ ഒരാൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ കാണിച്ചാൽ പോലും അവരുടെ സ്കിൻ ടോൺ പോലും അങ്ങനെ ആയിരിക്കണം. അവർ വേറിട്ട് നിൽക്കരുത്. ഞാൻ ഹിന്ദിയിൽ നിന്നോ തെലുങ്കിൽ നിന്നോ ഒരു നടിയെ കൊണ്ടുവന്ന് അവരുടെ ഓവർ മേക്കപ്പ്, എത്ര മേക്കപ്പ് കുറച്ചാലും അവർക്ക് ഉണ്ടാവും. അവർ വേറിട്ട് നിൽക്കും, അതുണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ നേരത്തെ
ഒരു സിനിമയിൽ അപ്ലൈ ചെയ്തിട്ടാണ്. മാട്ടുപ്പെട്ടി മച്ചാൻ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പുതുമുഖങ്ങളായിരുന്നു. അന്ന് മാട്ടുപ്പെട്ടി മാധു ഉണ്ടായിരുന്നു, ബൈജു അല്ലെ കോട്ടയം നസീർ, സലിംകുമാർ എന്ന പുതുമുഖമാണ്, നവാസ്, അങ്ങനെ ഒരുപാട് പേര്. അപ്പം നവാസിന് പേരൊന്നും ജഗദീഷിനിട്ട് കൂടെ എനിക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് കഥയും സന്ദർഭങ്ങളുമാണ് ഹീറോ അല്ലെങ്കിൽ പ്രധാനം. അത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് നന്നായി അഭിനയിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു ഇനിക്ക് ഇത്രയും റേഞ്ച് ഉണ്ടായിരുന്നു. ഇനിയെന്ന നടിയെ വെച്ച് ഇതുപോലെ ക്യാരക്ടേഴ്സ് ആരും ചെയ്തിട്ടില്ല. രണ്ടാമത് പൂജിത എന്ന് പറയുന്നത് 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ചെയ്തിട്ടുണ്ട്. അവർ ഒരു ചാനൽ അവതാരകയോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഒട്ടും പ്രശസ്തയല്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയൊരു ക്യാരക്ടർ എങ്ങനെയാണ് ധൈര്യമായിട്ട് കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാരണമുണ്ട്. രണ്ടാമത് പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, അത് ഈശ്വരൻ എനിക്ക് എന്നുള്ളൊരു കാര്യമാണ്. എത്ര അഭിനയമില്ലെന്ന് പറഞ്ഞാലും അവരെ അഭിനയിച്ച് കാണിച്ച് കൊടുത്ത് ഡയലോഗ് എങ്ങനെ റെൻഡർ ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ചെയ്യിക്കാനൊരു വൈഭവം ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് പൂജിത എന്ന് പറഞ്ഞ നടിയും ഇത്രയും നന്നായി ഒരു സിനിമയിൽ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ അത് ഞാൻ അനുഭവിച്ചൊരു സ്ട്രെയിനുണ്ട്. ഞാൻ ആ സീൻ എടുത്തിട്ട് ആ കുട്ടി വളരെ ബ്ലാങ്കായിട്ട് നിൽക്കുമ്പോൾ 10 പ്രാവശ്യം 11 പ്രാവശ്യമൊക്കെ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ ബിജുമേനോൻ പറയും, എല്ലാവരും പറയും. അങ്ങനെ അവരെ അതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇനിയൊരു സിനിമയിൽ ഇത്രയും നന്നായി അഭിനയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അപ്പം നമുക്കൊരു ധൈര്യം വേണം ഒരു നടിയെ അല്ലെങ്കിൽ ഒരു നടനെ കണ്ടെത്തുമ്പോൾ. സ്വതേ ഇപ്പോൾ ഇത് നസീർ സംക്രാന്തി എന്ന് പറയുന്ന ചാനലിൽ ഉള്ള തിരക്കുള്ള നടനെ ഞാനിതിൽ ഒരു പ്രധാന വേഷം കൊടുത്തിരിക്കുകയാണ്. അതും തൃശ്ശൂർ ഭാഷ സംസാരിച്ചുകൊണ്ട്. അതൊക്കെ നമ്മളെടുക്കുന്നൊരു ചങ്കൂറ്റമാണ്. ആ ചങ്കൂറ്റം എടുക്കുമ്പോൾ അത് സക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ലേ? ഇന്നുവരെ പ്രഷർ കാണാത്തൊരു മുഖം ആർട്ടിസ്റ്റിൽ കാണുമ്പോഴാണ് ഒരു സംവിധായകൻ്റെ കൈ വരുന്നത്. അതുപോലെ തന്നെ ഈ സാധാരണ ചെയ്തു ലളിതാസ് സാറിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതുപോലെ CBK തോമസ് ഉദയകൃഷ്ണനോട് ധാരാളം ആ കൂട്ടുകെട്ടിൽ വർക്കുകൾ ചെയ്തു. ഈ ഒരു രചനാവേളയിൽ ഈ ഒരു രചയിതാവിനെ കുറിച്ച് കൂടി എന്ന് പറയാം. ബാബു ജനാർദ്ദനുമായിട്ട് ഏകദേശം 20 വർഷം മുമ്പ് ഞങ്ങൾ സിനിമ ചെയ്യാൻ ആലോചിച്ചതാണ്. ഏതാണ്ട് തിരക്കഥാരചന കഴിഞ്ഞ് ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് അതിലന്ന് പ്രധാന വേഷം ചെയ്തിരുന്നത് മുരളിയായിരുന്നു. മുരളി ആ തിരക്കഥയിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് പറയുകയും അങ്ങനെ ഉണ്ടെങ്കിൽ പടം ക്യാൻസൽ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നിർമ്മാതാവ് നിർബന്ധിച്ചിട്ട് എനിക്ക് ആ പടം ചെയ്യേണ്ടി വരും. അത് അന്ന് ബാബുവിനെ മാറ്റി വേറൊരു തിരക്കഥാകൃത്തിനെ വെച്ച സിനിമ എഴുതി. അത് അടിവാരം. ആ സിനിമ നന്നായില്ല. സിനിമ നന്നാവില്ലെന്നും എനിക്കറിയാമായിരുന്നു. അതിനുശേഷം ബിജുവായിട്ടുള്ള സുഹൃത്ത് ബന്ധം, അതെൻ്റെ മിസ്റ്റേക്കല്ല എന്ന് ബിജുവിന് അറിയാവുന്നൊരു സുഹൃത്ത് ബന്ധം ഇങ്ങനെ നിലനിന്നിരുന്നു. പലപ്പോഴും ബാബു പല സ്ക്രിപ്റ്റുകളും എഴുതിയിട്ട് എന്നെ വിളിക്കും. അങ്ങനെ ആ സ്ക്രിപ്റ്റുകൾ കേൾക്കാൻ ചെല്ലും. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അച്ഛനുറങ്ങാത്ത വീട്, എന്തിന് സിറ്റി ഓഫ് കോഡ് എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിൻ്റെ ഡേറ്റ് അടക്കം റെഡിയാക്കി എന്നോട് ചെയ്യാൻ പറഞ്ഞ് സ്ക്രിപ്റ്റ് കൊടുത്തുവിടുക. ഞാൻ ആ സമയത്ത് സിനിമ ചെയ്യാത്ത സമയം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല. കാരണം ആ സിനിമ പരാജയമാകുമെന്ന് എൻ്റെ മനസ്സിലത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം സിനിമ അത് അദ്ദേഹം അഡ്വാൻസ്ഡായിട്ട് വളരെ അഡ്വാൻസ്ഡായിട്ട് ഒരു സാധനം ചെയ്തു. ഒരു സിനിമയുടെ പാറ്റേൺ, സ്ക്രീൻ പ്ലേയുടെ പാറ്റേൺ മാറ്റി. അപ്പോൾ അത് സാധാരണ ജനത്തിന് ഇഷ്ടപ്പെടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാനതൊന്ന് ഒഴിവാകുക. അപ്പോൾ അദ്ദേഹം എപ്പോഴും വിളിക്കും, ഓരോ സിനിമയുടെ കഥ പറഞ്ഞു. അപ്പോൾ ഈ സിനിമയുടെ ഈ ശൃംഗാരവേലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എൻ്റെ ഒരു തിരക്കഥയുണ്ട്, ഒരു കഥ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒന്ന് കേൾക്കാം. ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കേട്ടപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇത് സക്സസ് ആവും. കാരണം അതിനുള്ള മാറ്ററുണ്ടതിൽ, അത് ജനത്തിന് ഇഷ്ടപ്പെടും. ഞാൻ വിജയിക്കുമെന്ന് പറയുന്നത് സാമ്പത്തിക വിജയത്തിൻ്റെ കാര്യം കൂടിയാണ്. ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ വന്നാലേ അത് സാമ്പത്തിക വിജയമാണ്. അപ്പോൾ അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുള്ള തലപ്പാവ് തുടങ്ങിയുള്ള സിനിമകൾ എന്ന് പറയുന്നത് വളരെ വാസ്തവം ഒരു അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സീരിയസ് പ്രമേയങ്ങളാണ്. പക്ഷെ അത് കൊമേഴ്സ്യൽ വിജയങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് പറഞ്ഞു, ബാബുവിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളൊരു അവാർഡ് സിനിമ എടുക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം വരരുത്. അപ്പോൾ ജോസ് തോമസ് എന്ന് പറയുന്ന സംവിധായകൻ ആ സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ ആ സീരിയസ് വിഷയത്തെ എങ്ങനെ നർമ്മത്തിലൂടെ കൊണ്ടുവരും എന്ന് കാണാനാണ് ഞാൻ പറഞ്ഞത്. അതുതന്നെയാണ് ആ സിനിമയുടെ വിജയവും. ആ വളരെ സീരിയസ് വിഷയത്തെ വളരെ നർമ്മരസത്തോടെ, അത് ഒട്ടും വീര്യം ചോർന്നു പോകാതെ, അത് വളരെ നർമ്മം ചേർക്കേണ്ടിടത്ത് ചേർത്ത് ചിരിപ്പിച്ചാണ് ആ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ വളരെ സീരിയസ് വിഷയവുമാണ്, സീരിയസ് കഥാപാത്രങ്ങളുമാണ്. പക്ഷേ ആവശ്യത്തിന് നർമ്മം പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. സ്വർണ്ണക്കടവിലെ ഗാനങ്ങളെക്കുറിച്ചാണ്
ഇതിൽ ഗാനങ്ങൾക്ക് അങ്ങനെ വലിയ പ്രസക്തി ഉള്ളതല്ല. എന്ന് വെച്ചാൽ ഞാനിപ്പം മായാമോഹിനിയോ അല്ലെങ്കിൽ ശൃംഗാരവേലനൊക്കെ ചെയ്യുമ്പോൾ കളർഫുൾ ഗാനങ്ങളാണ്, പ്രണയഗാനങ്ങൾ അങ്ങനെയൊക്കെ. ഇതിലങ്ങനല്ല. ഇതിൽ കഥ പറഞ്ഞു പോകുന്ന ആ സിറ്റുവേഷൻ, പാട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് പോലും കഥയുടെ വികാസത്തിന് വേണ്ടിയുള്ള സീൻസുകളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പാട്ട് അതിനകത്തൊരു ടൈം ലാപ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. ഇത് ഒരുപാട് സീൻസുകൾ പറഞ്ഞു പോകുന്നതിനേക്കാൾ പാട്ടിലൂടെ പറയുമ്പോൾ കുറേ സീക്വൻസുകൾ അങ്ങ് പെട്ടെന്ന് പറഞ്ഞ് മനുഷ്യന് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ആ സിറ്റുവേഷൻ ഒരു കഥ പറച്ചിലിന് മാത്രമാണ് 2 സോങ്ങുകൾ ഉപയോഗിക്കുന്നത്. സോങ്സിന് വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒരു സിനിമയാണ്. ഛായാഗ്രഹണം മനോജ് പിള്ള എന്ന് പറയുന്ന ഛായാഗ്രഹനാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഛായാഗ്രഹണത്തിന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗിമ്മീക്സുകൾ കാണിക്കുന്ന സിനിമ കണ്ടാൽ അറിയാം. ഞാൻ ഈ തിരക്കഥ ആദ്യം കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ എങ്ങനെയായിരിക്കണം ഇതിൻ്റെ മേക്കിംഗ് എന്ന് തീർച്ചപ്പെടുത്തിയിരുന്നു. ഇത് ഒരിക്കലും ക്യാമറയുടെ സാന്നിധ്യം അറിയാത്ത ഒരു കഥയുടെ ഒഴുക്കിനെ ഒരിക്കലും വിഘ്നം വരാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഗിമ്മിക്സും ക്യാമറ ടെക്നിക്കുകളോ ക്യാമറ ഗിമ്മിക്സുകളോ ഉപയോഗിക്കാതെ ഒരു ഒഴുക്കോടെ കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറമാൻ്റെ സാന്നിധ്യം ആ സിനിമയിൽ അറിയില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറയാം. ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ ഏതാണ് ഇതിന് ശേഷം? ഞാൻ ഇതുവരെ 25 വർഷമായി സ്വതന്ത്ര സംവിധാനമായിട്ട് ഇതുവരെ മമ്മൂട്ടിയും മോഹൻലാലുമായി സിനിമ ചെയ്തിട്ടില്ല. പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും ഞാൻ മടിച്ചു നിൽക്കുന്നു. കാരണം ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ആദ്യം മമ്മൂട്ടിയാണ് എന്നോട് താൻ സ്വതന്ത്ര സംവിധാനമാകുന്നു, ഞാൻ നായകനാകുന്നു എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പ്രോജക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ പക്വതയില്ലാത്ത ഒരു തീരുമാനം, 25 വർഷം മുമ്പുള്ള പക്വതയില്ലാത്ത മനസ്സുകൊണ്ട് ഞാനൊരു ചെറിയ പടം ചെയ്തിട്ട് മമ്മൂട്ടിയെ വെച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ച് ആദ്യം മുകേഷിനെയൊക്കെ നായകനാക്കി TRS ആക്കുന്ന സ്ക്രിപ്റ്റ് ചെയ്തു. അന്ന് മമ്മൂട്ടി എന്നെ ഒരുപാട് സ്നേഹപൂർവ്വം ചീത്ത വിളിച്ചു. ഒരു ഡയറക്ടറെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ലാൽ ജോസിനെ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്തു. പിന്നീടും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാം. ഇത് നീലഗിരിയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ്, 97ലാണ്. അതും നടന്നില്ല. മൂന്നാമത് 2001 ഉദയനും സിബിയും സ്ക്രിപ്റ്റ് എഴുതി വാളയാർ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ പടം എൻ്റെ ഗുരുവായ ബാലുഗിരിയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ശിഷ്യനായ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു, മമ്മൂട്ടി അഭിനയിക്കുന്നു, ഉദയൻ സിബി സ്ക്രിപ്റ്റ് എഴുതുന്നു. ഉദയൻ സിബിയും ബാലുഗിരിയത്തിൻ്റെ അസിസ്റ്റൻസാണ്. അങ്ങനെ ഒരു വലിയ ന്യൂസ് കവറേജ് ഒക്കെ വന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞു. ഒരവസരത്തിൽ അതൊരു പക്ക കൊമേഴ്സ്യൽ സിനിമയാണെന്ന് തിരിച്ച് എന്തോ മമ്മൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മൂക്ക എന്നെ വിളിച്ച് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, നമുക്ക് ആ സബ്ജക്റ്റ് ഒന്ന് മാറ്റാം. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, നീ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് ആ സബ്ജക്റ്റ് ഒന്ന് മാറ്റി ആലോചിക്കാം, വേറൊരു കഥ എന്തോ പറഞ്ഞു, ഏതൊരു ചെറുകഥയാണ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ തിരിച്ചിറങ്ങി പ്രൊഡ്യൂസറായ ബാലുഗിരിയത്തിനോട് പറഞ്ഞു, ഞാനിനി ഈ പ്രോജക്റ്റിലില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഞാനെടുക്കുന്ന പക്വതയില്ലാത്ത തീരുമാനങ്ങളുടെയാണ്. ഞാൻ ഈ പ്രോജക്റ്റിലില്ല, നിങ്ങൾ ആരെ വെച്ച് നിങ്ങൾ ചെയ്തോളൂ. ആ പ്രോജക്റ്റ് നടന്നില്ല. ആ പ്രോജക്റ്റ് പിന്നെ പല സംവിധായകരും സുരേഷ് ഗോപിയൊക്കെ വെച്ച് ചെയ്യാൻ നോക്കി, അത് നടന്നില്ല. ഒടുവിൽ ആ സിനിമ നടന്നത് ദിലീപ് നായകനായി ജോഷി സാർ സംവിധാനം ചെയ്ത റൺവേ എന്ന് പറയുന്ന സിനിമയായിരുന്നു. സിനിമ വൻ വിജയമായിരുന്നു. ആ രീതിയിലായി ആ ചിത്രം. അന്ന് മമ്മൂട്ടി ദിലീപിൻ്റെ വേഷം ചെയ്യാനും അനിയനായിട്ട് ബിജു മേനോനും അങ്ങനെയൊക്കെയാണ് ആ സിനിമ നടന്നില്ല. അപ്പോൾ അങ്ങനെ മമ്മൂട്ടിയായിട്ട് 3 പ്രോജക്റ്റ് നടന്നില്ല. മോഹൻലാലുമായിട്ട് ഇടയ്ക്ക് 1-2 പ്രോജക്റ്റുകൾ AK സാറിൻ്റെ സ്ക്രിപ്റ്റിൽ കണക്കാക്കാൻ നടന്നില്ല. അപ്പോൾ ഇവർ ഈ സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഇവരെന്നും ഉണ്ടാകും. ഇവരുടെ ചരിത്രം മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച് ഞാൻ ഇവരെ വെച്ച് സിനിമ ചെയ്തില്ലെങ്കിൽ ഞാനൊരു ഭയങ്കര കുറവുള്ളവനായി എൻ്റെ അടുത്ത തലമുറ വിധി എഴുതും. അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി 2 പേർക്കും ഓരോ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കേട്ടിട്ട് അവർക്ക് തൃപ്തികരമാണെങ്കിൽ അവരഭിനയിക്കും. അത് മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട്, ലാൽ സാറും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സ്ക്രിപ്റ്റ് വർക്കിലാണ് നടക്കുന്നത്. ഒപ്പം തന്നെ 25 വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്ക് ഇഷ്ടപ്പെടാവുന്ന, അതായത് ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വിശേഷിപ്പിക്കാവുന്ന, എന്നാൽ കഞ്ചാവും കള്ളും ഇല്ലാത്ത, വൃത്തികേടുകളില്ലാത്ത പുതുതലമുറയ്ക്കും കുടുംബത്തിനും ആസ്വദിക്കാൻ കഴിയുന്നൊരു സിനിമയും ഒപ്പം പ്ലാൻ ചെയ്തു. അപ്പം അങ്ങനെ 2-3 സ്ക്രിപ്റ്റുകളുടെ വർക്കിലാണ്. അതെപ്പോൾ മെറ്റീരിയൽ ആദ്യം എന്ന് പറയാനില്ല. ഏതായാലും ജോസ് തോമസ് എന്ന സംവിധാനം എല്ലാവിധ ഭാവങ്ങളും ഒപ്പം തന്നെ സ്വർണ്ണക്കടുവ ടിക്കറ്റിലുണ്ട്, പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു. ബിജുമേൻ്റെ ഒരു വ്യത്യസ്ത അഭിനയ ശൈലിയുള്ളൊരു ചിത്രം, ജോസ് തോമസിൻ്റെ വേറിട്ടൊരു സംവിധാനം. ഈ ചിത്രം ഒരു ഹിറ്റായി മാറട്ടെ, എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കട്ടെ. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നതിനും പങ്കുകൊണ്ടതിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. എന്നെ വിളിച്ചതിനും നിങ്ങൾ പ്രേക്ഷകരുമായിട്ട് സംവേദിക്കാൻ അവസരം ഉണ്ടാക്കി തന്നതിനും കേരള വിഷൻ്റെ പ്രവർത്തകരോട് എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോ പ്രേക്ഷകരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, കണ്ടിട്ട് വിലയിരുത്തണം.
ഒരിക്കലും ടി വിയിൽ വരുമ്പോൾ കാണാമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം ഒരു സിനിമ പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടാലേ മതിയാവും. രണ്ടാമതൊരിക്കൽ കൂടി നമുക്ക് ടി വിയിൽ കാണാം. അതുകൊണ്ട് ഇത്തരം സിനിമകൾ എടുക്കാൻ നമുക്ക് പ്രോത്സാഹനം കിട്ടണമെങ്കിൽ നിങ്ങളാണ് ആ പ്രോത്സാഹനം തരേണ്ടത്. അത്രമാത്രം ഇപ്പം പറയുന്നു. താങ്ക് യു വെരി മച്ച്.